ഇവരുടെ എക്സാം ഫീസ് മാത്രമാണ് ഒരു 4 lakhs ഒക്കെ വരുന്നത്, 4 to 5 lakhs. അതല്ലാതെയുള്ള എക്സ്പെൻസ് അധികം ആർക്കും അറിയില്ല, ആരും റിവീൽ ചെയ്യാറുമില്ല. ഇപ്പോൾ എൻക്ലെക്സിന്റെ കോച്ചിങ് എടുക്കുകയാണെങ്കിൽ അത് വരുന്നുണ്ട്. ഓസ്കിയുടെ സമയത്ത് പോകുമ്പോഴുള്ള ടിക്കറ്റ് ചാർജ്, അക്കോമഡേഷൻ, ഫുഡ്, ട്രാവലിംഗ് കോസ്റ്റ്, അങ്ങനെ എല്ലാം വരുന്നുണ്ട്. സോ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു 8 to 8.5 lakhs ഓസ്ട്രേലിയക്ക് വരുന്നുണ്ട്. ന്യൂസിലൻഡ് നോക്കുവാണെങ്കിൽ ഒരു 7 to 7.5 lakhs ആണ് വരുന്നത്. കാരണം ന്യൂസിലൻഡിന്റെ എക്സാം ഫീസ് കുറച്ച് കുറവാണ് ഓസ്ട്രേലിയയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ വിസിറ്റിംഗ് വിസയുടെ ചാർജസ് ആണെങ്കിലും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ്. അപ്പോൾ ആ ഒരു 1 lakh ആണ് ഡിഫറൻസ് വരുന്നത്. അതല്ലാതെ വലിയ വ്യത്യാസങ്ങളില്ല. സോ ന്യൂസിലൻഡ് ചെയ്യേണ്ടവർക്കാണെങ്കിൽ ന്യൂസിലൻഡ് പ്രോസസ് ചെയ്യാം. ചില ആളുകൾക്ക് ന്യൂസിലൻഡ് ആയിരിക്കും താല്പര്യം. എന്നിട്ട് ബട്ട് അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ആണ്. ഒരു പാത്വേ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ന്യൂസിലൻഡ്. എക്സാമിന്റെ ഒക്കെ ഫീ കുറവ് കാരണം ന്യൂസിലൻഡ് പ്രിഫർ അതെ. പിന്നെ ന്യൂസിലൻഡിന്റെ IQ and തിയറി കുറച്ച് നോക്കുവാണെങ്കിൽ ഈസിയാണ്. ബട്ട് തിരിച്ച് ഓസ്ട്രേലിയയുടെ ഓസ്കി കുറച്ച് ഈസിയാണ് ന്യൂസിലൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഓസ്ട്രേലിയയുടെ തിയറി എക്സാം കുറച്ച് ടഫാണെങ്കിൽ ന്യൂസിലൻഡിന്റെ ഓസ്കി എക്സാം കുറച്ച് ടഫാണ്. അങ്ങനെയാണ്.